നമസ്കാരം. ഭരണം ജനവിരുദ്ധമായപ്പോൾ ബംഗാളിലെ ജനങ്ങൾ CPM-നെ ആട്ടിയോടിച്ചു. രാജ്യം ഇപ്പോൾ ഭരിച്ചു കളയുമെന്ന് പലതവണ പറഞ്ഞ ഇടത് പാർട്ടികൾ കൊടികളും ചിഹ്നവും നഷ്ടപ്പെടാതിരിക്കാൻ വയറ്റത്തടിച്ച് നിലവിളിക്കുമ്പോഴാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ അതിര് കടന്ന പൂതി ചേക്കേറിയിരിക്കുന്നത്. മോദിക്ക് പഠിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ. അ ഇ യും കഖഗയും ഒക്കെ എങ്ങനെയോ തട്ടിമുട്ടി പഠിച്ച പിണറായി വിജയൻ വിദേശകാര്യം വരെ കൈകാര്യം ചെയ്യുന്ന പ്രധാനമന്ത്രിയാകാൻ കൊതിയൂറി സ്വപ്നം കാണുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളർച്ചയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസൂയപ്പെടുന്ന രാഷ്ട്രീയക്കാരനും പിണറായി വിജയൻ തന്നെ. കണ്ണുകടിയും വയറുകടിയും ഒക്കെ ഇക്കാര്യത്തിൽ പിണറായിക്കുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് രാജ്യത്തെ ഒന്നടങ്കം ഭരിച്ചാൽ കൊള്ളാമെന്നാണ് പിണറായിയുടെ മോഹം. അധികാര പരിധി മറികടന്ന് കേരളത്തിന്റെ വിദേശകാര്യ നീക്കങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിനൊരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച് നാണം കെട്ടിരിക്കുകയാണ് പിണറായി. പൊതുഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ അസാധാരണമായ ഒരു ഉത്തരവിലൂടെ രാജ്യത്ത് തന്നെ പരിഹാസപാത്രമായി പിണറായി എന്ന മുഖ്യമന്ത്രി മാറി. കേരളത്തിനൊരു വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച് ചരിത്രം എഴുതി സ്വയം നാണം കെട്ടിരിക്കുകയാണ് പിണറായി. സത്യത്തിൽ കേരളത്തിനൊരു വിദേശകാര്യ സെക്രട്ടറിയുടെ ആവശ്യമുണ്ടോ? വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും മിഷനുകളുമായും നേരിട്ടുള്ള സഹകരണത്തിന് IAS ഉദ്യോഗസ്ഥനായ K. വാസുകിയെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. കേന്ദ്ര അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഒന്നും ഒപ്പിടാനാവില്ല. അങ്ങനെ ഉള്ളപ്പോൾ കേരളം വിദേശ സഹകരണത്തിന് സെക്രട്ടറിയെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? കേരളം സന്ദർശിക്കുന്ന സ്ഥാനപതികളും കോൺസുൽ ജനറൽമാരും വിദ്യാഭ്യാസം, തൊഴിൽ, വ്യവസായ, വാണിജ്യ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് സന്നദ്ധരാവുന്നുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ എല്ലാ വകുപ്പുകളുമായും ബന്ധപ്പെട്ട് തുടർ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താനുമാണ് IAS ഉദ്യോഗസ്ഥനെ നിയോഗിച്ചതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. അധികാര പരിധി മറികടക്കുന്നതാണ് കേരളത്തിന്റെ ഈ വിദേശകാര്യ നീക്കം. മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് വിദേശത്തെ എംബസികളുമായും സംഘടനകളുമായും ഇടപെടാനും കേന്ദ്ര സർക്കാരുമായുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ പരിഹരിക്കാനും കേരളത്തിന്റെ വിദേശകാര്യ മന്ത്രാലയം പോലെ ചീഫ് സെക്രട്ടറി ഓഫീസിൽ സ്പെഷ്യൽ സെൽ രൂപീകരിച്ചിരുന്നു. എംബസികളുടെയും കോൺസുലേറ്റുകളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന് കണക്കിലെടുക്കാതെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ UAE കോൺസുലേറ്റ് ജനറലിന് ഗൺമാൻമാരെ നിയോഗിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. വിദേശകാര്യം, പ്രതിരോധം, അന്താരാഷ്ട്ര വ്യാപാരം, വാണിജ്യം, ബാങ്കിംഗ്, വിദേശ രാജ്യങ്ങൾ അടക്കം 97 വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിൽ മാത്രം അധികാരമുള്ളവയാണ്. സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാനാവില്ല, ഇടപെടാനും പാടുള്ളതല്ല. വിദേശ രാജ്യങ്ങളുമായുള്ള ഏത് ഇടപാടിനും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം. വിദേശ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനം ഡിവിഷൻ രൂപീകരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുമായി പരസ്പര താൽപര്യമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇതിനു പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ എംബസികളുമായും സംഘടനകളുമായും ഇടപെടാനും കേന്ദ്ര സർക്കാരുമായുള്ള ഉഭയകക്ഷി വിഷയങ്ങൾ പരിഹരിക്കാനുമാണ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ടോം ജോസ് സ്പെഷ്യൽ സെൽ തന്റെ ഓഫീസിൽ രൂപീകരിക്കുന്നത്. കിൻഫ്രയ്ക്ക് താൽക്കാലിക ജീവനക്കാരെ ലഭ്യമാക്കുന്ന മാൻ പവർ കൺസൾട്ടൻസി ഏർപ്പാടാക്കിയവരാണ് സെല്ലിൽ ഉണ്ടായിരുന്നത്. വിദേശ നിക്ഷേപം ആകർഷിക്കൽ, വിദേശത്തെ കമ്പനികളുമായി ചേർന്നുള്ള പദ്ധതികളുടെ ഏകോപനം എന്നിവയൊക്കെയായിരുന്നു സെല്ലിന്റെ ഉദ്ദേശം. വിദേശത്തെ ഇടപെടൽ ഫലപ്രദമായി നടത്തുന്ന നോർക്ക വകുപ്പ് ഉള്ളപ്പോഴാണ് കരാറുകാർക്ക് 1.25 ലക്ഷം വരെ ശമ്പളം നൽകി സ്പെഷ്യൽ സെല്ലിൽ ഉണ്ടാക്കിയതെന്ന് ഓർക്കണം. സ്പെഷ്യൽ സെൽ ടീം ലീഡർ, ഡെപ്യൂട്ടി ടീം ലീഡർ തസ്തികയിലേക്ക് യോഗ്യത നിശ്ചയിച്ചതും ആളെ എടുത്ത് ശമ്പളം തീരുമാനിച്ചതുമൊക്കെ ചീഫ് സെക്രട്ടറി തന്നെയായിരുന്നു. ഇവർക്ക് പദവിയും സർക്കാർ മുദ്രയും ശമ്പളത്തിൽ 5% വാർഷിക വർധനവും നൽകുകയായിരുന്നു. ഇവരുടെ പ്രവർത്തനം വിലയിരുത്തി പിരിച്ചുവിടാനുള്ള അധികാരവും ചീഫ് സെക്രട്ടറിക്ക് മാത്രമായിരുന്നു.
കേട്ടുകേൾവി പോലും ഇല്ലാത്ത അസാധാരണ നടപടി തന്നെയാണിത്. കേന്ദ്ര സർക്കാർ അനുമതിയില്ലാതെ ഒരു വിദേശ സഹായവും സ്വീകരിക്കാൻ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല. പ്രളയകാലത്ത് UAE പ്രഖ്യാപിച്ച 700 കോടിയുടെ സഹായം വാങ്ങാനാവാതെ വന്നതും ഈ സാഹചര്യത്തിലാണ്. മലപ്പുറത്തെ വിശ്വാസികൾക്ക് സക്കാത്ത് നൽകണമെന്ന് UAE കോൺസൽ ജനറലിനോട് മന്ത്രിയായിരിക്കെ KT ജലീൽ അഭ്യർത്ഥിച്ചതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. UAE കോൺസുലേറ്റിന്റെ ഭക്ഷ്യ കിറ്റ് ആവശ്യപ്പെട്ട് മന്ത്രി കോൺസൽ ജനറലിനെ നേരിട്ട് വിളിച്ചതും മുൻപ് വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇറക്കിയ പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനമാണ് ഇവയെല്ലാം. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും മറ്റ് രാജ്യങ്ങളുടെ എംബസികൾ, കോൺസുലേറ്റുകൾ, അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി എങ്ങനെ ഇടപെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ അധികൃതരുമായി വിദേശ രാജ്യ കാര്യങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ പാടില്ലെന്നും ഹാൻഡ്ബുക്കിന്റെ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. സാമ്പത്തിക സഹായം നൽകുന്നെങ്കിൽ ഫോറിൻ കറൻസി റെഗുലേഷൻ ആക്ടിന് വിധേയമായിരിക്കണം. ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ച് അനുമതി വാങ്ങണമെന്നും അടുത്ത അധ്യായത്തിൽ പറയുന്നു. വിദേശ രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരുമായി ഇടപെടുന്നതിൽ മന്ത്രിമാർക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കും പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഇതെല്ലാം മറികടന്ന് K. വാസുകി എങ്ങനെ കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ആയി പ്രവർത്തിക്കും? അതാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം.